അടുത്തത്തിനെ കാണിച്ചില്ല. നമ്മളെ നാട്ടുകാരായിട്ട് മുമ്പ് പോയിട്ട് വ്ളോഗ് എടുക്കാൻ ഒരു മടി. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണ്ടല്ലോ. ഈ ഒരു ബസ് സ്റ്റോപ്പ് ഇത് നല്ല തുടക്കം. അപ്പോൾ ഇവരാണ് നമ്മളെ കുട്ടീൻ്റെ ഫോട്ടോ ആദ്യമായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ പോകുന്ന ഇവരെ ക്യാമറേൻ്റെ ഉള്ളിട്ടായിരിക്കും. ശ്രീകൃഷ്ണജയന്തിക്ക് എന്നാ പ്രത്യേകം നോക്കാൻ ഓർമ്മയില്ല. ശ്രീകൃഷ്ണജയന്തി എന്നാ പറയുന്നത്? ഒന്നും പറയണ്ട. നിന്റെ ഇതെന്തുണ്ട്, നിന്റെ ജീവിതവും കാര്യങ്ങളിലും എങ്ങനെയുണ്ട്? അവര് നിന്നെ അവര് കാണുന്നു, നമ്മൾ ഡെയിലി കാണുന്നു. ഇപ്പൊ ഇന്നേടെ പോന്ന് നമ്മള് ആരാ ഫോട്ടോ? അപ്പൊ നമ്മളിന്ന് പോകുന്നത് എടി അൻവി പറഞ്ഞാലോ ഫോട്ടോ എടുക്കാൻ തന്നെയാണ് പോകുന്നത്. നമ്മളെ വാവേൻ്റെ ഫോട്ടോഷൂട്ടാണ് ഇന്ന്. അപ്പോൾ അതിനു വേണ്ടി പോകുന്നതാണ്. ഞാനും അൻവിയും രേശുനും ഇനി ആണെന്ന് പോകുന്ന വഴിക്ക് കൂട്ടണം. ഫോട്ടോ എടുക്കാൻ ആൾ ഇരുട്ടിയിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇരുട്ടിയിൽ നിന്നാണ് എടുക്കുന്നത്. നന്ദേച്ചി വരുന്നുണ്ട്. അവൻ്റെ ഒരു നന്ദേച്ചി ഉണ്ട് അവിടെ. അപ്പോൾ ഓളിപ്പോഴും വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അതാവും പറഞ്ഞത്. ആര് പറയാൻ വിടുവോ? അപ്പോൾ സായിച്ച് ഇടിയില്ല. സായിച്ചും ജോലിക്ക് പോയിനി. അപ്പം ഇവക്ക് ലാസ്റ്റ് വണ്ടിക്കും പനി വന്ന്. ഈ വീട്ടിലെ എല്ലാവർക്കും ഏകദേശം പനി വന്ന്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കറിയാം അൻവിക്ക് പനി വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാറി എന്ന് പറഞ്ഞ് മാറുമ്പോഴത്തേക്ക് കണക്ക് വന്ന് എൻ്റെയും ഏകദേശം മാറി. ഏകദേശം മാറി. ചെറിയൊരു ഒരംശം പേടിയുണ്ട്. പനിയല്ല, ഒരു തലവേദന പോലെ. അതില്ല, ഇപ്പം പോയി എന്ന് തന്നെ പറയാം. ഇവക്ക് ചെറിയൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇവൾ വരുന്നില്ല, അമ്മയും വരുന്നില്ല. അപ്പം നമ്മളേതായാലും പോയിട്ട് പെട്ടെന്ന് എടുത്തിട്ട് വേഗം വരണം. എന്തുകൊണ്ടാണ് പുറത്തു പോയി എടുക്കുന്നതെന്നല്ല ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ കൊല ഇവൻ്റെ ഇതുവരെ പോയില്ല കേട്ടോ. പനിയൊന്നും ഇല്ല ഇപ്പം, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ചുമയുണ്ട്, മരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പം നമ്മളേതായാലും ഇവിടുന്ന് ഇറങ്ങലാന്ന്. ബാക്കി ഫോട്ടോസും കുട്ടീനെയും എല്ലാം നിങ്ങൾക്ക് ഇന്ന് കാണാം. അപ്പോൾ നമ്മളേതായാലും വീഡിയോ വീട്ടിൽ നിന്ന് സ്റ്റാർട്ടാക്കലാന്ന്. നമുക്ക് ഏതായാലും ഇനി എടുക്കുന്നതും അവരെ എന്തെല്ലാം സെറ്റപ്പ് എന്നെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അയാൾ ഫുള്ള് റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ട് ഉടുക്കറി. ഞാൻ ആദ്യം വിചാരിച്ച് വീട്ടിൽ നിന്ന് എടുക്കാന്നാ. വീട്ടിൽ നിന്ന് എടുക്കാന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞേ ഈ വീട്ടിലേക്ക് കുട്ടീനെ ഇപ്പോഴും അങ്ങനെ കയറ്റാൻ പാടില്ല പോലും. ഇതെല്ലാം നമ്മളെ ഇതിൽ പറയുന്നതാണ് കേട്ടോ. ഇത് നിങ്ങളും ഇങ്ങനെയെല്ലാം നോക്കിയിട്ടാണോ ചെയ്യുന്നതെന്നും കരുതണ്ടായോ. ഓരോരുത്തരുടെ വിശ്വാസം ആ രീതിക്ക് പോയിക്കോട്ടെ. പിന്നെ നമ്മളായിട്ട് പിന്നെ നമ്മളെല്ലാവരും നോർമലിലങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഞാനും വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കാരണം കുട്ടീനെ വീട്ടിലേക്ക് ഫസ്റ്റ് അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ ആ ഒരു ചടങ്ങെല്ലാം കഴിച്ചുകൊണ്ട് തന്നെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് എൻ്റെ വീട്ടിലേക്ക് കൂട്ടി വരുന്ന സമയത്ത് നമ്മളൊരു നല്ല സമയവും മുഹൂർത്തെല്ലാം നോക്കിയിട്ട് കയറ്റുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞില്ല. കുട്ടീൻ്റെ കാര്യമില്ല. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മളെന്തായാലും പാല് കൊടുക്കൽ, അതായത് പേര് വിളിക്കുക നമ്മളെന്തായാലും വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് അതെല്ലാം നോക്കിയിട്ട് കൂട്ടി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെന്നാൽ പിന്നെ ഞാൻ ഈ ഫോട്ടോഷൂട്ട് അവിടെ വെച്ച് ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചത്. നോക്കുമ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റി. നമ്മളിപ്പോൾ ടൗണിൽ നമ്മൾ സാധാരണ ഫോട്ടോയിൽ എടുക്കുന്ന ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുക റിസോർട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇരുട്ടിയിൽ. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫോട്ടോസ് കാര്യങ്ങൾ ചെയ്യാൻ വന്ന ടീം അവർ ഓൾറെഡി അവിടെ ഉണ്ട്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കലാണ്. ഫുൾ ബ്ലാക്ക് മൊത്തം ബ്ലാക്ക് മഴാന്ന്. നീയും ബ്ലാക്ക്, അമ്മയും ബ്ലാക്ക്, അച്ഛൻ പിന്നെ പണ്ടേ ബ്ലാക്ക്. ഭയങ്കര പെയിന്റ് അടിച്ച് നിങ്ങളാരും ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുക്കണം. ഞാൻ തന്നെ ചെട്ടി പോയി പെയിന്റ് അടിച്ച് അല്ലേ. അതന്നെ പണ്ടൊന്നും വലിയ ഇതൊന്നും ഇല്ല ഇപ്പൊ. വീട്ടില് വന്നാൽ തന്നെ ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോകും. പിന്നെയും കുട്ടീനെ നോക്കും, എന്നിട്ട് അങ്ങ് പോകും. പിന്നെ കളിയായിരിക്കും. അല്ലാണ്ട് എന്നോട് പഴയ ഒരു ഇതൊന്നും ഇല്ല, കുറവാ. ആദ്യം അമ്മേന്റെ അടുത്ത് നിന്ന് കിടക്കല്ലേ, ഇപ്പൊ അമ്മേന്റെ അടുത്ത് ആരെടുത്തായാലും കിടന്നോളും. വലുതായോണ്ട് പെട്ടെന്നല്ലേ വലുതായല്ലേ. ബാബ വരുമ്പോ വലുതായി. ഏട്ടനായ പിന്നെ ഒന്നും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, എല്ലാം ചെയ്യുന്നുണ്ട്. കരയിനും കൂടി കാണിച്ചു കൊടുക്കണം എല്ലാരും. ഏട്ടന്റെ കരച്ചൽ ഇതെല്ലാം മറ്റേ കഥാപ്രസംഗത്തിന് പോകുന്ന പോലെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ എല്ലാം റെഡിയായി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇരുട്ടി തന്നെയുള്ള ഞാൻ പറഞ്ഞില്ലേ റിസോർട്ട് പോലത്തെ സംഭവം. ഇവിടുന്ന് നമ്മളെ കഴിഞ്ഞ ഫോട്ടോഷൂട്ട് ഇവിടുന്ന് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞതിന് കുട്ടി ആകുന്നതിന് മുന്നേ വന്ന് ഇപ്പോൾ കുട്ടിയായിട്ടും വന്ന്.
ഏട്ടാ നീ ഞാൻ കുറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് ഇവർ പെട്ടെന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തരുന്നതിലിടക്ക് കുട്ടീൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കുട്ടീൻ്റെ ഫോട്ടോ കൂടി ഇടുന്നതായിരിക്കും. അപ്പോൾ അവർ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കും നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാ. അപ്പോൾ അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. അതെന്തായാലും ഇടാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എന്തായാലും കുട്ടീൻ്റെ 28 അതായിരിക്കും അല്ലേ. അപ്പോൾ അതിലും മുന്നേ നമുക്ക് എന്തായാലും കാണിച്ചു കൊടുക്കാം. ഒന്നും പറയണ്ട. നിന്റെ ഇതെന്തുണ്ട്, നിന്റെ ജീവിതവും കാര്യങ്ങളിലും എങ്ങനെയുണ്ട്? അവര് നിന്നെ അവര് കാണുന്നു, നമ്മൾ ഡെയിലി കാണുന്നു. ഇപ്പൊ നിന്നെ ഒന്നും ഇല്ല മോനെ. അത്രേ ഉള്ളൂ. ഓക്കെയാണ്. അവിടെ നല്ല ഉറക്കാന്ന്. ഞാൻ ഏതായാലും ഇങ്ങനെ കാണിച്ചു തരുന്നില്ല, നിങ്ങൾക്ക് ഫോട്ടോ എല്ലാം എടുത്തിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കാം അല്ലേ. എന്നാ നിന്നെ പരിചയപ്പെടുത്തണ. നിന്റെ ഇളയവന്റെ മോളായിട്ട് നീയല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ, ഞാനാ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ ആളും കൂടി കൂടെ വന്നിട്ടുണ്ട് നമ്മളെ. അപ്പോൾ ഇവർ സാധനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഫോട്ടോഷൂട്ടിന് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവർ വന്നതാണ്. അപ്പോൾ ഇവരാണ് നമ്മളെ കുട്ടീൻ്റെ ഫോട്ടോ ആദ്യമായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ പോകുന്ന ഇവരെ ക്യാമറേൻ്റെ ഉള്ളിട്ടായിരിക്കും. ബ്രോ ഒന്ന് പേര് പറഞ്ഞേ. അശ്വിൻ. ബ്രോ നിഖിൽ. ഒരാൾ മുകളിലേക്ക് പോയിട്ടുണ്ട്. ബ്രോൻ്റെ പേരെന്ന് പറഞ്ഞേ. സെനു. അപ്പോൾ ഇത് അതിനുള്ള ഫുള്ള് ടൂൾസുമായിട്ടാട്ടെ ഇവർ വന്നിന്. നമുക്ക് നോക്കാം. പിന്നെ കുറേ ബോക്സ് ഉണ്ടല്ലോ. ഇത് ഇത്രക്കാരും ബോക്സ് വേണമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം ഇവർ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളതെന്നുള്ളത്. അപ്പോൾ ഏതായാലും ഞാനും വെയിറ്റിങ്ങിലാണ് ഫോട്ടോസെല്ലാം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവരെങ്ങനെ എടുക്കുന്നത് അതിൻ്റെ പരിപാടികളെല്ലാം നമുക്കൊന്ന് കാണാം. നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏതായാലും ഇനി ബാക്കി എടുക്കുന്ന സമയത്ത് ഞങ്ങളെ കാണിച്ചു തരാം ബാക്കി എന്തെല്ലാം സംഭവം എന്നല്ല ഉള്ളത്. സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനത്തെ സമയത്ത് ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് സമയത്ത് ഓനോൻ്റെ ജോലിയിൽ നിന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഞാനിവിടെ കിടന്ന് ഒറ്റയ്ക്ക് പോയിടണോ, അതായിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ എന്തായാലും എടുത്ത് നിങ്ങളെ കാണിക്കും. ഇന്ന് മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളും കുറേ ആയി ചോദിക്കുന്ന കമൻറ്റിൽ നിന്ന് എനിക്കറിയാം കുട്ടീനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം അത് ഉണ്ടാവും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇവർ ഫോട്ടോ തന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ റിസൾട്ടും കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരും. അച്ഛൻ ഇതാ കുട്ടീനെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഓൾറെഡി വർക്ക് നടക്കുന്നുണ്ട്. വർക്ക് ഇന്ന് ലീവാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഭാഗ്യമായി. ഇല്ലെങ്കിൽ ഇന്ന് ഇത് നടക്കില്ലായിരുന്നു. അപ്പോൾ ഇവരതിനുള്ള സെറ്റപ്പിലാക്കിക്കൊണ്ടിരിക്കില്ല കേട്ടോ. ഇതാ നമ്മളെ പാവക്ക് ഇപ്പം പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിൽ നിന്ന്. അപ്പോൾ ഫസ്റ്റത്തെ സംഭവം ഇതാണെന്ന് തോന്നുന്നു. അവൻ ഇവരെന്നെ ഡ്രസ്സ് ഇടിപ്പിക്കല കേട്ടോ. അതായിപ്പോൾ കാണുന്നത്. നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാൽ മതി, ബാക്കി അവർ ചെയ്തോളൂ. നമ്മളെ കുട്ടിക്ക് പാലെല്ലാം കൊടുത്ത് അവൾക്ക് ഡ്രസ്സ് ആ തുണി ചുറ്റി കൊടുക്കുന്ന കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഏത് അവരാ തുണിയെല്ലാം ഇട്ട് വല്ല പൊതിഞ്ഞെടുത്തപ്പോൾ തന്നെ അവ ഉറങ്ങിയേട്ടാ. എന്നാലും ഇനിയിപ്പം ഞാനും ഈ അടവെടുക്കും. ഞാനിനി ഉറക്കാൻ വേണ്ടിയിട്ട് കൂളായിട്ട് ഞാൻ പറയും. ഞാൻ വീട്ടിൽ നിന്ന് തോർത്തെല്ലാം ഇതേപോലെ തോന്നിയിട്ട് കൂളായിട്ട് ഞാൻ ഉറക്കും. ഇപ്പോൾ ഇനി വീട്ടിലേക്ക് ഇറക്കും. ഡാഡ് അമ്മമ്മേൻ്റെ മുമ്പിൽ ഞാൻ ഫുൾ ഹീറോ. ഞാനിനി തോർത്തെല്ലിട്ട് തോന്നിയിട്ട് ഉറങ്ങടാ ഞാനോനെ ഉറക്കും. നോക്കി ആടെ ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല, അവർ ഈടെ ഒരാൾ ഈൻ്റെ തിരക്കിൽ അന്നേരം തൊട്ട് ഇരിക്കുന്നുണ്ട്. നീ ചിരിക്കണ്ട, ഇന്നെ തന്നെയാണ്. നീ അത് കെട്ടിയിട്ട് വന്നാൽ മതി കേട്ടാ, അവരിവിടെ നോടിക്കളിക്കൂല്ലോ. ഫോട്ടോഷൂട്ട് അങ്ങനെ അതിഗംഭീരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കലാണ്. ഇന്നത്തെ ദിവസം എന്താ പറയുക, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ദിവസം കൂടി കേട്ടോ. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് നേടിയത് നാട്ടിലെ പരിപാടി. അതും കൂടി നിങ്ങളെ ഞാൻ മിക്കവാറും കാണിച്ചു തരാം. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ശ്രീകൃഷ്ണ ജയന്തിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, എനിക്ക് ഓർമ്മയില്ല. എന്താ നീ പറ? ഓർമ്മയില്ല? ശ്രീകൃഷ്ണ ജയന്തിക്ക് എന്നാ പ്രത്യേകത നോക്ക് ഓർമ്മയില്ല. ശ്രീകൃഷ്ണ ജയന്തി എന്നാ പറയുന്നത്? ഇതേപോലെ ഒരു ഡേറ്റ് എല്ലാം മാറ്റാണ് കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തിൻ്റെ ഡേറ്റ് എല്ലാം മാറ്റാണ്. അതായത് നമ്മളെ കല്യാണത്തിന് തലേ ദിവസം ശ്രീകൃഷ്ണ ജയന്തി അറിയാലോ, അറിയുന്നവർക്കറിയില്ലല്ലോ. ഒളിച്ചോട്ട വിവാഹം ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചൊരു ദിവസമാണ് എനിക്ക്. കാരണം ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം നമ്മളെ കല്യാണം. ഈ ഒരു 6-7 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഡേറ്റെല്ലാം മാറ്റാണ്. ശ്രീകൃഷ്ണ ജയന്തി ഡേറ്റെല്ലാം മാറി വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ദിവസം ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഉച്ച കഴിഞ്ഞിട്ട് വേണം പരിപാടിക്കെല്ലാം കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. നാട്ടിലെല്ലാം നല്ല പരിപാടി ഉണ്ടാവലുണ്ട്. ഞാൻ നിങ്ങളെ അതും കൂടി കാണിച്ചു തരും കേട്ടോ. മിക്കവാറും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പോകും, എന്തായാലും കാണാൻ വേണ്ടി പോകണമെന്നുണ്ട് എനിക്ക്. അമ്മേ
ഇപ്പോൾ ഏകദേശം ഉച്ചയായി കേട്ടോ സമയം. കുട്ടികളെ ഫോട്ടോ എടുക്കുക ചില്ലറ പണിയല്ല. നമ്മളെ ഫോട്ടോ എടുക്കൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം എടുക്കുന്നേരെ ബോറടിയാണ്. ഇത് സംഭവം അവർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു സമയമില്ലേ, എത്രയോ സമയം എടുക്കും. ഒരു കുട്ടീനെ നമുക്ക് ഇടക്കിടക്ക് കരയുമ്പോൾ ഉറക്കൽ അതെല്ലാം അവർ കൂടായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയായാലും കുട്ടിയല്ലേ, കുറച്ച് കരയിലും ആ പരിപാടിയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയം അങ്ങനെ നിർത്തണം, പിന്നെ എടുക്കണം, എല്ലാം കൂടി അങ്ങനെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഫുൾ എല്ലാം നല്ല ഭംഗിയായി നമ്മളെന്താ ഉദ്ദേശിച്ച ആ സാധനമെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി പാക്ക് ചെയ്യലാണ് അവർ. ഇനി നമുക്ക് തിരിച്ചു പോകണം, പെട്ടെന്ന് പോകണം. ഇത് ഞാൻ പറഞ്ഞല്ലോ ശ്രീകൃഷ്ണ എന്തും കൂടി ആയതുകൊണ്ട് പരിപാടിയും കൂടി കാണാൻ ഇങ്ങനെ തിരക്കുണ്ട്. ഇതെല്ലാം ഇങ്ങനെ നാട്ടിൽ വരുമ്പോഴേ കിട്ടും. തളർന്നു പോയാ, ക്ഷീണിച്ചാ? വണ്ടിയിൽ കൊണ്ടത് ഇവക്ക് വണ്ടിയിൽ കൊടുത്ത കുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവള് ഫസ്റ്റ് വന്ന് ഇടുന്ന് കഴിച്ചു. നമ്മളവിടെ ഒരു എത്ര സമയം നിന്നല്ലടാ മീ അല്ലേ? കുറേ സമയം കാത്തു നിന്നിട്ടില്ലേ നമുക്ക് കിട്ടിയേ? അമ്മ നേരത്തെ തിന്നടാ. നമ്മള് ഇവിടെ വെച്ച് പിരിയലായി. നമ്മളെ വീട്ടിൽ പോക്കാന്ന് അവരെ വണ്ടിയിൽ അവര് പോക്കായി. നമുക്കെന്നാ പോയി കൂടെ അമ്മി? അമ്മി ഇങ്ങോട്ടൊക്കെ എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? നമുക്ക് പരിപാടി കാണാൻ പോണ്ടേ? ഓക്കെ. അങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി. ഓളെ അവിടെ കൊണ്ടാക്കി കേട്ടാ. നമ്മളെ കൊണ്ടാക്കി ഞാൻ ഓടി പിടിച്ച് വന്നതാണ്. നാട്ടിൽ പരിപാടിയല്ല ഇന്ന്, ശ്രീകൃഷ്ണജയന്തി പരിപാടിയിലായിട്ട് നാട്ടിലെ പരിപാടി നമുക്ക് ഇങ്ങനെയല്ലേ കാണാൻ കിട്ടും. അപ്പോൾ എങ്ങനെയെങ്കിലും നാട് എത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടോയിലും പരിപാടികളൊന്ന് കാണണം. കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെയും കാണിച്ചു കേട്ടാ. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണ്ടല്ലോ. ഈ ഒരു ബസ് സ്റ്റോപ്പ് ഇത് എൻ്റെ തുടക്കം തൊട്ട് വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയുന്നതായിരിക്കും. ഈ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് അടുത്തോട്ടേക്കുള്ള കുത്തനെയുള്ള റോഡ് താഴോട്ടേക്ക് പോകുന്നത്. ഞാൻ ചേച്ചി ഒരുപാട് പ്രാവശ്യം കാണിച്ചു തന്നെ. കുറേ പ്രാവശ്യം നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യം തൊട്ടേ കാണുന്നവർക്ക് അറിയായിരിക്കും. ഘോഷയാത്ര ഇങ്ങനെ അടുത്തെത്താനായി കേട്ടോ. ഞാൻ അടുത്തെത്തിനെ കാണിച്ചു തരാം. നമ്മളെ നാട്ടുകാരായിട്ട് മുമ്പ് പോയിട്ട് വ്ളോഗ് എടുക്കാൻ ഒരു മടി. എല്ലാവരും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. അവിടെ കുറച്ചും കൂടെ മാറി നിന്നിട്ട് പറയുന്നത് കേട്ടോ. തില്ലങ്കേരി ടൗണിലെത്തിയ ഇനി ലാസ്റ്റ് ഫിനിഷിങ് ഇവിടെയല്ല, ഇവിടെയാണ് ലാസ്റ്റ് കലാശക്കൊട്ട് പോലെ ഉണ്ടാവില്ല. ഫോട്ടോ ഉണങ്ങാൻ വീണാൽ ഞാനില്ലേ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്ന് നിന്നിട്ടാണ്. ഇവിടെ നോക്കുമ്പോൾ മഴയായിട്ട് പണി കിട്ടി. പക്ഷെ മഴ ചെറുങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ അതിന് മുകളിൽ നിന്ന് നിങ്ങൾക്ക് ടോട്ടൽ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നമ്മളെ തില്ലങ്കേരി ടൗണിലെ ആൾക്കൂട്ടം തള്ളി വീണേക്കല്ലേ. നിങ്ങൾക്ക് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ തന്നെ ഞാൻ കാണിച്ചു തരാം. േഷ്ണന്മാരുള്ള ഹായ് വർത്തലാണ്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. കറക്റ്റ് ആ ഒരു പരിപാടീൻ്റെ അവിടെ മഴയങ്ങ് മാറി. ആ ഒരു സമയത്ത് ലാസ്റ്റ് ആ ടൗണിലായിരുന്നു മെയിൻ കുറച്ച് പരിപാടി. വലിയ പരിപാടി ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കുറേ ആയി, എനിക്ക് ഇല്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള ആഘോഷ പരിപാടിയെല്ലാം കാണാൻ പറ്റും. അതിൻ്റെ ഒരു ആവേശത്ത് പോയതാട്ടാ. പനി ശരിക്കും മാറിയിട്ട് വരില്ല. എൻ്റെ റോഡ് കണ്ടെങ്കിൽ ഞാൻ കൊത്തിപ്പറിച്ച റോഡ് കുറച്ച് കോറവേസിലോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നോർമൽ നമ്മളെ ഫോട്ടോഷൂട്ടെല്ലാം ചെയ്ത് പിന്നെ കൂട്ടത്തിൽ ഞാൻ നാട്ടിലിങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഒന്ന് പോയി കാണണമല്ലോ. നാട്ടിലിങ്ങനെ വരുമ്പോൾ വല്ലപ്പോഴും കാണാൻ കിട്ടുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടൊന്ന് എടുത്തുന്നേ ഉള്ളൂ. അത് നിങ്ങളെ കുറച്ച് അതിൻ്റെ ഭാഗങ്ങൾ കാണിച്ചു തന്ന്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ വലിയ സുഖമൊന്നും ഉണ്ടായില്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. കാരണം സായിജുമില്ല, രേഷ്മിയില്ല, ആരുമില്ല. അങ്ങനെ ഞങ്ങൾ എടുത്ത വീഡിയോ അല്ലേ. പിന്നെ ഞാൻ ഒരു രസത്തിന് ഒരു ഫോട്ടോഷൂട്ട് പോയപ്പോൾ എടുത്തതേ ഉള്ളൂ. അടുത്ത വീഡിയോ നമ്മളെ നൂലേട്ടിൻ്റെ ആയിരിക്കും, അതായത് 28-ൻ്റെ. അത് അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ, പൊക്ക. അത് ഞങ്ങൾക്ക് ഗ്യാരണ്ടി ആയിരുന്നു. നല്ല അടിപൊളി വീഡിയോ മാക്സിമം ഞാൻ തരാൻ നോക്കും. അപ്പോൾ വേറെ വിശേഷം ഞാൻ അങ്ങനെ വീട്ടിലെത്തി. അൻവിനോടൊരു അതിൻ്റെ പോരാനും പറയാൻ ചോദിച്ചോട്ടെ കേട്ടോ. അൻവിയെ കണ്ടേ എല്ലാം ഓക്കെ അല്ലേ അൻവി? ഇങ്ങനെ ഗൗരവത്തിൽ നിന്നിനി എന്തെങ്കിലും ഗൗരവം ഗൗരവം അത് ഇപ്പം പോവാം നമുക്ക്. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ കാണാം. ഇന്നത്തേൻ്റെ അകത്ത് ഫോട്ടോ ഇല്ലാത്തതെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ഞാൻ ഇത് വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തോണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള അടുത്ത ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീഡിയോ ഇടേണ്ടതുകൊണ്ട് തന്നെ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഞാൻ ആ ഫോട്ടോ അതുകൊണ്ടാണ് ബാക്കിൽ കാണിക്കാൻ. ഞാൻ അടുത്ത വീഡിയോനകത്ത് പക്ക എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഫോട്ടോ തന്നെയായിരിക്കും. അത് ഫോട്ടോയും വീഡിയോസും എല്ലാം ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അടുത്ത വീഡിയോയിൽ പക്ക നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.